മിതനിദ്രാമിതാഹാരോ മിതവസ്ത്രപരിഗ്രഹഃ മിതഭാഷണമേകൈകം ഭൂഷണം ബ്രഹ്മചാരിണഃ. ഒരു ബ്രഹ്മചാരിയുടെ ഭൂഷണം, ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം. എന്താ ശരിക്കും? ഒരു ബ്രഹ്മചാരിയുടെ അലങ്കാരം എന്തെന്ന് ഇവിടെ പറയാണ്. മിതനിദ്ര, മിതമായ ഉറക്കം. മിതം എന്ന് പറഞ്ഞാൽ എന്താ? മിതം എന്ന് പറഞ്ഞാൽ അമിതമാകാത്തത്. അമിതമാകാൻ പാടില്ല നിദ്ര. എന്നാൽ ആവശ്യത്തിന് വേണ്ടതാണ് നിദ്ര. ആഹാരം മിതമായിരിക്കണം, അമിതമാകാൻ പാടില്ല. മിതവസ്ത്രം, നമ്മൾ വസ്ത്രം എന്നത് ഒരു എക്സിബിഷൻ ആക്കാൻ പാടില്ല. നമ്മുടെ ഒരു നീഡ്. അതിൽ കൂടുതൽ വസ്ത്രത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കും. മിതവസ്ത്രം. അതുകൊണ്ടാണ് ബ്രഹ്മചാരികൾ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വെളുത്ത വസ്ത്രം കൊടുക്കും. ആ വസ്ത്രം അണിയുമ്പോൾ എല്ലാവർക്കും ഈക്വലാണ്. പിന്നെ വേറെ ഒരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് നല്ല വസ്ത്രമുണ്ട്, എനിക്ക് റെയ്മണ്ടിൻ്റെതുണ്ട്, സ്യൂട്ടുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊന്നും പറയരുത്. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ കൊടുക്കും. അപ്പോൾ ആ ഡ്രസ്സ് അണിയുമ്പോൾ ഡ്രസ്സിലുള്ള അവരുടെ ആ അഭിമാനം അങ്ങ് പോകും. മിതവസ്ത്രം അതാണ് ശരിക്കും ആധ്യാത്മിക സരണിയിൽ സഞ്ചരിക്കുന്നവരുടെ വസ്ത്രധാരണം സിമ്പിളായിരിക്കണം. ആ സിമ്പിൾ ഡ്രസ്സിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളുടെ ശരീരത്തിൻ്റെയോ ഡ്രസ്സിൻ്റെയോ മഹിമയാകരുത് ഒരു ബ്രഹ്മചാരിക്ക് മഹിമയാകേണ്ടത്. അവരുടെ ആത്മഗുണമാണ് അവരുടെ മഹിമ. അവർ ആത്മാവിൻ്റെ പ്രകാശമാണ് അവരുടെ മഹിമ. ഒരു ബ്രഹ്മചാരിയുടെ ഏറ്റവും വലിയ മഹിമ ത്യാഗമാണ്. ത്യാഗവും സേവനവുമാണ് ഒരു ബ്രഹ്മചാരിയുടെ ഏറ്റവും വലിയ മഹിമ. ആ ത്യാഗത്തിൽ ബ്രഹ്മചാരി എല്ലാവരെയും അതിശയിപ്പിക്കണം. തന്നെ ത്യജിക്കാൻ തയ്യാറാകണം. അവർ സേവനം കൊണ്ടും ത്യാഗം കൊണ്ടുമാണ് അവർ ഗുരുവിനെ പ്രസാദിപ്പിക്കേണ്ടത്. മാത്രമല്ല അവർ മിതഭാഷണം, ഒത്തിരി വാചാലമാകരുത്. നിങ്ങൾ സംസാരിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ടു പോകുന്നത് നിങ്ങൾക്കറിയാം. ഒരിക്കലും ബ്രഹ്മസരണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്തരം ഭാഷണങ്ങൾ അനാവശ്യമാണ്. പ്രത്യേകിച്ചും മൂന്നാമതൊരാളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല. ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന മൂന്നാമതൊരാളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആത്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത് ഒരാളെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറയുന്നതും ദോഷം പറയുന്നതും ഒരുപോലെ ദോഷമാണ്. നല്ലത് പറയാനും ദോഷം പറയാനും നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികളും മാർഗങ്ങളും പലതരത്തിലും മലിനമായ വഴികളായിരിക്കും. ഒരാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ആ നന്മയെ സാധൂകരിക്കാൻ വേറൊരാളെ ബലിയാടാക്കേണ്ടി വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയില്ല. അത്തരത്തിൽ മൂന്നാമതൊരാളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങളെക്കുറിച്ചോ പൂക്കളെക്കുറിച്ചോ ഒക്കെ പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ചർച്ചകൾ അത്ര നല്ലതല്ല. അതുകൊണ്ട് മിതഭാഷണമാണ് ഏറ്റവും നല്ലത്. സംസാരിക്കണമെങ്കിൽ ധർമ്മത്തെക്കുറിച്ചും ആത്മവിചാരത്തെക്കുറിച്ചും തത്വദർശനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അതിനാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഇത്രയധികം ഭാരതത്തിൽ തന്നിട്ടുള്ളത്. എപ്പോഴും നിങ്ങളുടെ കൈവശം ഒരു ആധ്യാത്മിക ഗ്രന്ഥം വച്ചിരിക്കണം. എവിടെ പോകുമ്പോഴും രണ്ടുപേർ കൂടിയിരിക്കുമ്പോൾ അതിലൊരു ശ്ലോകം വായിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവരെ കൊണ്ട് ഇതിൻ്റെ അർത്ഥം പറയിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കൊടുത്തതിന് ശേഷം ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിക്കണം.
അങ്ങനെ ആ ശ്ലോകത്തിൽ ഡിസ്കഷൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇതര വിഷയങ്ങൾ സംസാരിക്കാതെ ആത്മവിഷയത്തിലേക്ക് വരുവാനും മനസ്സിനെ കുറച്ചുകൂടി ശാന്തമാക്കാനും കഴിയും. അല്ലെങ്കിൽ എന്താ പ്രയാസം? നമ്മൾ ഗോസിപ്രിയന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ മിതഭാഷണം വാചാലമാകും. കാരണം നമ്മൾ നല്ലതാകാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് നല്ലവനാകാൻ വേണ്ടി ഒരുപാട് ആളെ നമ്മൾ നോവിക്കും, ഒരുപാട് ആളുകളെ വേദനിപ്പിക്കും, ഒരുപാട് ആളുകളെ കുറ്റപ്പെടുത്തും. കാരണം എന്താ? ഈ ലോകത്ത് അവസാനം എത്തിച്ചേരുന്ന നിഗമനം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാത്തതൊക്കെ മോശമാണ് എന്നാണ്. അതാണ് ലോകത്തിൻ്റെ കൺക്ലൂഷൻ. അതുകൊണ്ട് മിതഭാഷണം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ബ്രഹ്മചാരിയുടെ ഭൂഷണമാണ് എന്ന് അറിയണം.